ആഭരണ വർജനവും ആഡംബര ജീവിതവും ഒക്കെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ് എന്നാണ്. പ്രതിഷ്ഠയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പാസ്റ്റർ പറയുന്ന പ്രസ്താവന ആഭരണ വർജനവും ആഡംബര ജീവിതവും ഒക്കെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ് എന്നാണ്. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പഠനം അവിടെ വെച്ച് 1970 ആണ്ടിൽ അവിടെ പഠിച്ച് 72 ആണ്ടിൽ മടങ്ങി വന്ന് കർത്താവിന്റെ വേല കേരളത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എന്റെ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിനോട് പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെയാ പഠിപ്പിക്കുന്നു, ആഭരണ ഊരണമൊന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ: IPCയിലെ പാസ്റ്റർമാരായ P.O. ഫിലിപ്പ്, T.G. ഉമ്മൻ, പാസ്റ്റർ K.E. അബ്രഹാം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ നീ പഠിപ്പിച്ചാൽ മതി. സാഹിബന്മാര് പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയണ്ട. അങ്ങനെ ഞാൻ ആ ചിന്തയിലേക്ക് വന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി, ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തന്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ്. എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എന്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട അവര് തീരുമാനിക്കുന്നു. ഇതാണ് എന്റെ പഠിപ്പിക്കുക. പ്രതിഷ്ഠയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ അതൊരു സ്വയ സമർപ്പണത്തിന്റെ ഭാഗമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്വയ സമർപ്പണത്തിന്റെ ഭാഗമാണെങ്കിൽ ആഭരണം ഒരുപക്ഷെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിൽ സഭയിൽ ആഭരണം ഇട്ടുകൊണ്ടുവരുന്നതും ആഭരണം ഉപേക്ഷിച്ചിട്ട് വരുന്നവരെയും അത് അവരുടെ വ്യക്തിപരമായ സമർപ്പണത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് സഭ ആഭരണം ഇട്ടവരെയും ഇടാത്തവരെയും വേർതിരിച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ് അതിന്ന് സ്വയസമർപ്പണത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആഭരണം ഇട്ടയാൾക്കും ആഭരണം ഇടാത്തയാൾക്കും അതൊരു പ്രതിഷ്ഠയുടെ ഭാഗമാണെങ്കിൽ അയാൾക്ക് തിരുമേശ 2 കൂട്ടർക്കും കൊടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരുവചനത്തിനകത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചില്ല എങ്കിലും സഭയുടെ ഒരു ഉപദേശമാണെങ്കിൽ അതൊരു പ്രതിഷ്ഠയുടെ ഭാഗമാണ് എന്ന് പറയാനും പറ്റത്തില്ല. അപ്പോഴ് ഒക്കെപ്പാടെ ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ സഭയുടെ നിലപാട് വ്യക്തികൾക്ക് അതൊരു പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർണമെന്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം എന്നുള്ള നിലയിൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? അതോ ഇനി ഇത് നിങ്ങളുടെ പ്രതിഷ്ഠയുടെ ഭാഗമാണെങ്കിലും നിശ്ചയമായും ആഭരണങ്ങൾ ഉപേക്ഷിക്കണം, എങ്കിലേ തിരുവത്താഴം തരത്തുള്ളൂ, എങ്കിലേ സ്നാനപ്പെടുത്തത്തുള്ളൂ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഉപദേശങ്ങൾ ആ വ്യക്തിക്ക് ബാധകമാണ്. എന്തായാലും ആഭരണ വർജനം എന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ഉപദേശമല്ല എന്നുള്ള പ്രസ്താവന അത് പരസ്യമായിട്ട് കെ.സി. ജോൺ പാസ്റ്റർ പ്രസ്താവിച്ചതിൽ വളരെ സന്തോഷം.